നമസ്കാരം. വെള്ളാപ്പള്ളി നടേശൻ മുട്ടുമടക്കുന്നു. നൂറുകണക്കിന് ക്രിമിനൽ കേസുകളിൽ പ്രതിയും നിരവധി തട്ടിപ്പ് കേസുകളിൽ കുറ്റക്കാരനുമായ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലേക്ക് ശ്രീനാരായണ സഹോദര ധർമ്മവേദി നടത്താനിരുന്ന ബഹുജന മാർച്ചിന് അനുമതി നിഷേധിച്ചു. ശ്രീനാരായണീയരെ ആകമാനം വഞ്ചിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ലെന്ന് ഉറച്ചു പ്രസ്താവിച്ചുകൊണ്ടാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദിന്റെ നേതൃത്വത്തിൽ മാർച്ചിന് ആഹ്വാനം ചെയ്തത്. അതേസമയം ആലപ്പുഴ ജില്ലാ കളക്ടർ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതിനു ശേഷം മാർച്ചിനുള്ള അനുമതി നിഷേധിച്ചു. മാർച്ചിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രവർത്തകർ ആലപ്പുഴയിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യത്തിലാണ് വൈകിയ നേരം കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതോടെ ശ്രീനാരായണ സഹോദര ധർമ്മവേദി പ്രവർത്തകർ മാർച്ചിൽ നിന്ന് പിന്മാറുകയായിരുന്നു. നിയമം അത് പാലിക്കാൻ കൂടിയുള്ളതാണെന്നുള്ള പാഠം കള്ളത്തരം ജീവിതവ്രതമാക്കിയ വെള്ളാപ്പള്ളിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ശ്രീനാരായണ സഹോദര ധർമ്മവേദി പ്രവർത്തകർ. വെള്ളാപ്പള്ളി ആകെ ഭയപ്പാടിലായി. തനിക്കെതിരെ സമരമുഖത്തുള്ളത് 10,000-ത്തിലധികം ശ്രീനാരായണീയർ. അതേസമയം സ്വന്തം സമുദായക്കാരാൽ വെറുക്കപ്പെട്ട വെള്ളാപ്പള്ളിക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ ഭയന്നു വിറയ്ക്കുകയായിരുന്നു. അതിനിടയിൽ ആലപ്പുഴ ജില്ലയിൽ കളക്ടർ 144 പ്രഖ്യാപിച്ചു. 144 പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അധികാരികൾ ജനങ്ങളുടെ വികാരവിചാരങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ്. ജനങ്ങളുടെ ആവേശമാണ് 144 പ്രഖ്യാപിക്കാനുള്ള കാരണം. SNDPയിലുള്ള അനീതിയെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എതിർക്കാനുള്ള ആവേശത്തോടെയാണ് ജനങ്ങൾ ബഹുജന മാർച്ചിൽ അണിനിരക്കുന്നതെന്ന് സർക്കാരിന് മനസ്സിലായതുകൊണ്ടാണ് 144 പ്രഖ്യാപിച്ചത്. 144 പ്രഖ്യാപിച്ചത് ഒരു വിജയമായി ശ്രീനാരായണ സഹോദര ധർമ്മവേദി കാണുകയാണ്. ഇന്ന് നടത്തിയ മാർച്ചിൽ ഇന്ന് അവർ 144 പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ജനങ്ങളുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയെന്നാണ് അർത്ഥം. കാരണം ഞങ്ങളുടെ ആവേശമാണ് ഇത് 144 പ്രഖ്യാപിക്കാനുള്ള കാരണം എന്ന് അവർക്ക് മനസ്സിലായി. കാരണം ഇവിടെ എന്ത് സംഭവിക്കും, അത്തരം ജനങ്ങൾ വികാരവിചാരങ്ങളുമാണ് ഇതിന് ഈ SNDPയിലുള്ള അനീതിയെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിർക്കാനുള്ള സന്നദ്ധതയോടെയാണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയ ഗവൺമെൻറ്റും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടപ്പോഴാണ് ഇവിടെ 144 പ്രഖ്യാപിച്ചത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയമായിട്ട് ഞങ്ങൾ കാണുകയാണ്. തീർച്ചയായും കാരണം ഗവൺമെൻറ്റിനെ ഇനി പിടിച്ചു നിർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ കൂട്ടർക്ക് ഇത് പിടിച്ചു നിർത്താൻ പറ്റില്ല എന്നതുകൊണ്ടായിരിക്കും തീർച്ചയായും വെള്ളാപ്പള്ളി നടേശൻ ഗവൺമെൻറ് കാര്യപടി 144 പാസ്സാക്കിയത്. അദ്ദേഹം പറഞ്ഞതോ ഇല്ലയോ ഒന്നും അറിയില്ല. പക്ഷേ 144 പാസ്സാക്കിയത് ഇവിടുത്തെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിയിട്ടാണ് മാത്രം ഞാൻ പറയുകയാണ്. കാരണം ഇന്ന് മുമ്പ് 18 വർഷത്തെ മാറ്റി ഇന്നൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ജനങ്ങൾക്കൊക്കെ ബോധ്യമായി വെള്ളാപ്പള്ളി നടേശൻ്റെ അനീതികൾ സമൂഹത്തിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കൊള്ളകളെല്ലാം മനസ്സിലായി ജനങ്ങൾ വികാരജനമായി മാറിയിരിക്കുകയാണ്. ഈ വികാരത്തെ ശമിപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് 144 പാസ്സാക്കി ഈ കാര്യങ്ങൾ ചെയ്തതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ബാക്കി നമ്മുടെ വിദ്യാസാഗർ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇന്നത്തെ ചുറ്റുപാടുകളെപ്പറ്റി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതാണ് സത്യം എന്ന എൻ്റെ അഭിപ്രായം. തീർച്ചയായും ഞങ്ങൾ ആവേശത്തോടും തീർച്ചയായും ഇതിന് പൊതുജനങ്ങൾ മുഴുവൻ അറിയിക്കാൻ വേണ്ടി, അറിയാത്തവർ അറിയിക്കാൻ വേണ്ടി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഞങ്ങൾ ജീപ്പ് ജാഥ വാഹനജാഥ നടത്തി ജനങ്ങളെ എന്നുകൂടി ബോധപ്പെടുത്തുവാൻ ഞങ്ങൾ തയ്യാറാണ്. വെള്ളാപ്പള്ളി നടേശനെതിരായ പോരാട്ടത്തിൽ ശക്തമായ സാന്നിധ്യമായി മാറുകയാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ചെയർമാൻ ഗോകുലം ഗോപാലൻ. ഇക്കാലമത്രയും SNDP യോഗം എന്ന പ്രസ്ഥാനത്തെ ഒരു കറവ പശുവായി മാത്രം കണ്ട വെള്ളാപ്പള്ളിക്കെതിരെ സമരം പ്രഖ്യാപിക്കുക വഴി ശ്രീനാരായണീയ സമൂഹത്തെ പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് എത്തിക്കാൻ ഗോകുലം ഗോപാലിന് കഴിയുമെന്ന് തീർച്ച. കാരണം ഞങ്ങളുടെ ആവേശമാണ് ഇത് 144 പ്രഖ്യാപിക്കാനുള്ള കാരണം എന്ന് അവർക്ക് മനസ്സിലായി. ഇത് അടിയന്തരാവസ്ഥ കാലമല്ല എന്ന് കളക്ടറായാലും ജില്ലാ ഭരണകൂടമായാലും ആരായാലും മനസ്സിലാക്കണം. ഏതൊരു വ്യക്തിക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ശ്രീനാരായണീയർക്കുള്ള നീതി നിഷേധമാണ് നടക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വമ്പിച്ച സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തുവരും എന്ന സാഹചര്യത്തിലാണ് ഭരണകൂടത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് വെള്ളാപ്പള്ളി നടേശൻ മാർച്ച് തടഞ്ഞത്. ഈ മാർച്ച് തടഞ്ഞെങ്കിലും വെള്ളാപ്പള്ളിക്കെതിരെയുള്ള പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടു പോകുന്ന പ്രശ്നമില്ല.
വെള്ളാപ്പള്ളി പോകുന്ന ഏതു വഴിയിലും സഹോദര ധർമ്മവേദിയുടെ യൂത്ത് പ്രവർത്തകർ അടക്കമുള്ളവർ വഴിതടയും. ഇത് അടിയന്തരാവസ്ഥ കാലമല്ല എന്ന് കളക്ടറായാലും ജില്ലാ ഭരണകൂടമായാലും ആരായാലും മനസ്സിലാക്കണം. ഇവിടെ അടിയന്തരാവസ്ഥയില്ല. ഏതൊരു വ്യക്തിക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ സമരം നടത്താൻ പോയത് വളരെ ജനകീയമായിട്ടുള്ള രീതിയിലാണ്, സമാധാനപരമായിട്ടുള്ള രീതിയിലാണ്. അതിനെ അടിച്ചമർത്താനാണ് ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ വിചിത്രമായ ഒരു സംഭവമുണ്ട്. ഈ വളരെ ആശയപരമായിട്ടുള്ള സമരം നയിക്കാനായിട്ട് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ ധീരന്മാരായുള്ള കർമ്മഭടന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് സമരം നയിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ വെള്ളാപ്പള്ളി നടേശൻ തടയാൻ ശ്രമിക്കുകയും ഒപ്പം അതിൻ്റെ പ്രവർത്തകരുടെ വീട്ടിലേക്ക്, അതായത് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ജനറൽ സെക്രട്ടറിയായ എൻ്റെ വീട്ടിലേക്ക് കരുനാഗപ്പള്ളി വസതിയിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ മാർച്ചിന് ആഹ്വാനം ചെയ്തു. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിലേക്ക് മാത്രം ചെല്ലാൻ പറ്റത്തില്ല, ബാക്കി അതിനെ എതിർക്കുന്നവരുടെ വീട്ടിലേക്ക്. അതേപോലെ തന്നെ ഇവിടെ സഹോദര ധർമ്മവേദിയുടെ വർക്കിംഗ് ചെയർമാൻ അജന്തകുമാറിൻ്റെ വീട്ടിൽ ഇന്ന് ആ മാർച്ച് പിൻവലിച്ചില്ല. അവിടെ മാർച്ച് നടക്കുകയാണ്. വെറും 300ഓളം ആളുകൾ മാത്രം പങ്കെടുത്തുകൊണ്ട് ഏതാണ്ട് 700 പരം പോലീസുകാർ അവിടെ നിന്നുകൊണ്ട് മാർച്ച് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ആർക്കാണ് നീതി നിഷേധിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കേരള സമൂഹത്തിന് മൊത്തം, ശ്രീനാരായണീയർക്ക് മൊത്തം നീതി നിഷേധമാണ് നടക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള ഒറ്റയാളിൻ്റെ കൊള്ള ആണ് ഈ SNDP യോഗത്തിൽ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അത് വിളിച്ചു പറയുമെന്ന് വന്നപ്പോഴാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള വൻപിച്ച സാമ്പത്തിക ക്രമക്കേടുകൾ ഞങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുമെന്നുള്ളത് കൊണ്ടാണ് ഈ മാർച്ച് തടയാൻ അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ ആയാലും ഭരണകൂടത്തിൻ്റെ ആയാലും ആരുടെ ആയാലും സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വൻപിച്ച സാമ്പത്തിക ക്രമക്കേടുകൾ വെളിച്ചത്ത് വരാതിരിക്കാനുള്ള മറയായിട്ടാണ് ഈ മാർച്ച് തടയപ്പെട്ടിരിക്കുന്നത്. എന്തു തന്നെ ആയാലും ഞങ്ങൾ ഈ മാർച്ച് തടയപ്പെട്ടെങ്കിലും ഞങ്ങളിതുമായിട്ട് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. വെള്ളാപ്പള്ളി നടേശൻ പോകുന്ന ഏത് വഴിയിലും ഇനി ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ ധീരന്മാരായ യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരടക്കമുള്ളവർ വെള്ളാപ്പള്ളി നടേശനെ തടയുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഈ വാഹന പ്രചരണ ജാഥ അവിടെ നിന്ന് ആരംഭിച്ച്, കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്നതാണ്. ആ പരിപാടി ഈ കേരളത്തിൽ ശ്രീനാരായണീയ സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ കൊള്ള തുറന്നു കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടിയായിരിക്കും ഞങ്ങൾ നടത്തുന്നത്. അതിനെതിരെ വെള്ളാപ്പള്ളി നടേശന് ഇനിയും പ്രതിഷേധിക്കാൻ അവസരമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് വെള്ളാപ്പള്ളി നടേശന് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് അദ്ദേഹം എല്ലാ യൂണിയനുകളിൽ നിന്നും ആളുകളെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷേ ഒരു യൂണിയനിൽ നിന്ന് വരാമെന്ന് ഏറ്റിട്ടുള്ള ആളുകൾ 10 പേരൊക്കെ ആയിട്ട് കുറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ്റെ യുഗം അവസാനിച്ചു എന്ന് എല്ലാ SNDP യോഗം പ്രവർത്തകരും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്രയും ഭീതി. അല്ലെങ്കിൽ ജനകീയമായിട്ടുള്ള ഒരു സാധാ വിഷയത്തിൽ ഒരു സമരം അവരുടെ വീട്ടിലേക്ക് വെച്ച് കഴിയുമ്പോൾ എന്തിനാണ് ഇത്രയേറെ ഭയക്കുന്നത്? ഭയക്കണമെങ്കിൽ അദ്ദേഹം അത്രയേറെ കൊള്ള ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും സാമ്പത്തിക ക്രമക്കേടുകളുണ്ട്. 120 പരം ക്രിമിനൽ കേസുകളുണ്ട്. ഇതെല്ലാം വെളിച്ചത്താവും താൻ പുറത്തു പോയി കഴിഞ്ഞാൽ എന്നുള്ള തിരിച്ചറിവാണ്. 3 വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്നത് അദ്ദേഹം SNDP യോഗം ജനറൽ സെക്രട്ടറിക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളായിട്ടല്ല. അപ്പം ഇത് എത്രയും പെട്ടെന്ന് ഇപ്പോൾ റിസീവർ വരാനുള്ള സാധ്യത കൂടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ ഇവിടെ സംഭവിക്കാൻ പോകുന്നു. അങ്ങനെ വന്നാൽ വെള്ളാപ്പള്ളി നടേശൻ ഇനി തിരിച്ചു വരില്ല. അങ്ങനെ തിരിച്ചു വരാതിരുന്നാൽ ഈ ക്രിമിനൽ കേസിൽ പ്രതിയേർക്കും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇതിനെല്ലാം ഭയപ്പെടുന്നത്. വെള്ളാപ്പള്ളിയെ മുട്ടുകുത്തിക്കുന്നതുവരെ സമരമുഖത്ത് നിന്നും പിന്മാറില്ലെന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പ്രഖ്യാപിച്ചു. ഏതൊരു പൗരനും പ്രതിഷേധിക്കാനുള്ള അവകാശം ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ഭരണകൂടത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അവകാശത്തെ പോലും ഇല്ലാതാക്കുകയാണ് വെള്ളാപ്പള്ളി ചെയ്തതെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇതുകൊണ്ടൊന്നും പിന്നോട്ടു പോകില്ല എന്നും ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ലക്ഷ്യം വയ്ക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. ശ്രീനാരായണ സഹോദര ധർമ്മവേദിയിലെ യുവജനങ്ങൾ വെള്ളാപ്പള്ളിയെ വഴിനടക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ സമരരീതി കടുപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെള്ളാപ്പള്ളി നടേശന് വരും ദിവസങ്ങളിൽ ഉറക്കം നഷ്ടപ്പെടുന്ന ദിനങ്ങളായിരിക്കും. എല്ലാ SNDP യോഗ അംഗങ്ങളും വെള്ളാപ്പള്ളി നടേശനെ തിരസ്കരിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. 10,000-കണക്കിന് ആളുകളാണ് ഇന്ന് സഹോദര ധർമ്മവേദിയുടെ നേതൃത്വത്തിൽ കണിച്ചുകുളങ്ങരയിലേക്ക് എത്താനായിട്ടിരുന്നത്. നമ്മുടെ ഭരണകൂടം
ജില്ലാ ഭരണകൂടം ഞങ്ങളോട് അഭ്യർത്ഥിച്ചതനുസരിച്ച് അതിനകത്ത് കുറവ് വരുത്തിക്കൊണ്ട് 5000 ആളിനെ ഇന്നിവിടെ പങ്കെടുപ്പിക്കാമെന്ന് മാത്രം അറിയിച്ച് ഞങ്ങൾക്ക് അതിനുള്ള എല്ലാ സപ്പോർട്ടും ഭരണകൂടം നൽകിയിട്ടും ഇന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നത് ജനാധിപത്യ രാജ്യത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പ്രതിഷേധം ചെയ്യുക എന്നുള്ളത് എല്ലാ പൗരൻ്റെയും അവകാശമാണ്. ആ അവകാശ ധ്വംസനമാണ് നടത്തിയിരിക്കുന്നത്. അതിനെതിരെ വരും ദിനങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതായിരിക്കും. ബഹുജന മാർച്ചിന് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ആഹ്വാനം ചെയ്തപ്പോൾ മുതൽ തന്നെ വെള്ളാപ്പള്ളിക്ക് അക്ഷരാർത്ഥത്തിൽ ഹാലിളകിയിരുന്നു. ശ്രീനാരായണ സഹോദര ധർമ്മവേദി ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദിന്റെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനും വെള്ളാപ്പള്ളി തീരുമാനിക്കുകയായിരുന്നു. വിളംബര ജാഥ നടത്തിയപ്പോഴാകട്ടെ ശ്രീനാരായണ ഗുരുദേവന്റെ മുന്നിൽ നിന്നുകൊണ്ട് കരിങ്കൊടി കാണിക്കാൻ പോലും വെള്ളാപ്പള്ളിക്ക് വിടുപണി ചെയ്യുന്നവർ തയ്യാറായി. ചേർത്തലയിൽ നിന്നാരംഭിച്ച വിളംബര ജാഥ ചാവടിമുക്കിൽ എത്തിയപ്പോഴായിരുന്നു വെള്ളാപ്പള്ളിയുടെ കുഴലൂത്തുകാർ കരിങ്കൊടി പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഗുരുദേവന് മുന്നിൽ നിന്ന് പോലും അദ്ദേഹത്തെ അവഹേളിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇത്തരക്കാർ എന്തർത്ഥത്തിലാണ് സ്വയം ശ്രീനാരായണീയരെന്ന് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പ്രതിഷേധത്തെ ചങ്കുറപ്പോടെയാണ് സ്വാഗതം ചെയ്തത്. സ്വവസതിയിൽ പ്രതിഷേധത്തിനെത്തുന്നവരെ ആതിഥ്യ മര്യാദയോടെ സ്വീകരിക്കും എന്നാണ് അദ്ദേഹം അറിയിച്ചിരുന്നത്. എൻ്റെ വീട്ടിലേക്ക് വരുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ നിർദ്ദേശാനുസരണമാണെങ്കിൽ പോലും SNDP യോഗത്തിൻ്റെ പ്രവർത്തകരും നാളുകളിൽ SNDP യോഗത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളും SNDP യോഗത്തെ നേരായ ദിശയിലേക്ക് നയിക്കേണ്ട ആളുകളുമാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അവരെല്ലാം നമ്മളെല്ലാം നാളെ ഒന്നിച്ചു നിന്ന് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് ഗുരുവിൻ്റെ ദർശനത്തിന് അധിഷ്ഠിതമായി കൊണ്ടുപോകേണ്ടവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ സഹോദരങ്ങളാണ് വരുന്നത്. അവരെല്ലാം എൻ്റെ സമീപവാസികളുമാണ്. ഞാൻ അവിടെ ഇല്ല, പക്ഷേ ഞാൻ അവർക്ക് വേണ്ടുന്ന എല്ലാ ആതിഥ്യ മര്യാദയും കൊടുക്കുന്നതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഞാൻ അവിടെ സജ്ജമാക്കും. അവർ എൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് എല്ലാ സംഭാരം അടക്കം എല്ലാ ഇതും ജ്യൂസ് വേണേ ജ്യൂസ്, അങ്ങനെ എന്താണ് അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടത് അത് കൊടുത്തുകൊണ്ട് അവരെ തികഞ്ഞ ആതിഥ്യ മര്യാദയോടുകൂടി തന്നെ ഞാൻ അവരെ സ്വീകരിക്കും. കാരണം എൻ്റെ വീട്ടിലേക്ക് അവർ മാർച്ച് വേറൊരു കാര്യത്തിനും വരേണ്ട കാര്യമില്ല. എന്നെ കാണാനോ എൻ്റെ വീട്ടിൽ ഇപ്പം വരുന്നവർ എന്നെ കാണാനോ എൻ്റെ വീട്ടിൽ സന്ദർശിക്കാനോ ആയിരിക്കും. അല്ലാതെ ഞാൻ ഒരു ക്രിമിനൽ കുറ്റത്തിലും ഒരു സാമ്പത്തിക ഇടപാടിലും SNDP യോഗത്തിന് ഏതെങ്കിലും തരത്തിൽ എന്നെക്കൊണ്ടൊരു മോശം ഉണ്ടായിട്ടോ ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളുടെ വീട്ടിൽ എൻ്റെ സഹോദരങ്ങൾ വരുന്നത് എനിക്കവരെ വേറൊരു ഇതിൽ കാണേണ്ട കാര്യമില്ല. ഞാനവരെ പ്രതിരോധിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് എന്നോട് എന്തെങ്കിലും ഇതുണ്ടെങ്കിലല്ലേ എനിക്ക് പ്രതിരോധം ആവശ്യമായിട്ട് വരുന്നുള്ളൂ. എനിക്കും അങ്ങനെയില്ല, അവർക്കും അങ്ങനെയില്ല. അതേസമയം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നുവെങ്കിലും നിയമം അനുസരിച്ചുകൊണ്ടാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി പ്രവർത്തകർ ബഹുജന മാർച്ചിൽ നിന്നും പിന്മാറിയത്. തുടർന്ന് ചേർത്തലയിലെത്തിയ പ്രവർത്തകർ യാതൊരു അക്രമ സംഭവങ്ങൾക്കും മുതിർന്നില്ല. ഇതിനിടയിൽ പെരുമ്പാവൂർ സ്വദേശിയായ ഒരു പ്രവർത്തകന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്താനുള്ള മര്യാദകേടും വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. നിയമങ്ങളൊന്നും തനിക്ക് ബാധകമല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത്. മാർച്ച് തടയപ്പെട്ടത് വളരെ മോശമായ രീതിയാണ്. വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രീയമായ അമിത സ്വാധീനം ഉപയോഗപ്പെടുത്തിയാണ് മാർച്ച് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് നേടിയെടുത്തത്. മാർച്ച് ഉപേക്ഷിച്ചിട്ടില്ല. യുക്തമായ സമയത്ത് വീണ്ടും നടത്തുക തന്നെ ചെയ്യും. കാസർഗോഡ് മുതൽ തെക്കേയറ്റം വരെയുള്ള യൂണിയനുകൾ കേന്ദ്രീകരിച്ച് വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിക്കും. അവിഹിതമായ സ്വാധീനത്താൽ വെള്ളാപ്പള്ളി നടേശന് ഭരണാധികാരികൾ നൽകുന്ന സംരക്ഷണം അവസാനിപ്പിച്ചില്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ പെരുവഴിയിൽ വഴി തടയുന്ന സമരത്തിലേക്ക് മാറുമെന്ന് അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ പറഞ്ഞു. ഇന്ന് ഇവിടെ ഈ മാർച്ച് തടയപ്പെട്ട രീതി വളരെ മോശമായ രീതിയാണ്. കാരണം ഈ മാർച്ചിന് ഇന്നലെ വൈകുന്നേരം വരെ, രാത്രി വൈകുന്നതുവരെ ഈ മാർച്ചിന് വേണ്ട എല്ലാ സംരക്ഷണവും നൽകുമെന്ന് പറയുകയും വളരെയധികം പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിന് സുഗമമായ നടത്തിപ്പിന് ക്രമസമാധാന പാലനത്തിന് വേണ്ടിയിട്ട് നിയോഗിക്കുകയും ചെയ്തിരുന്നു. അതനുസരിച്ച് ധർമ്മവേദിയുടെ നേതാക്കൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടും അതുപോലെ ജില്ലാ ഭരണാധികാരികളുമായിട്ടും ഒക്കെ നടത്തിയ സംഭാഷണങ്ങളിലെല്ലാം നിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്. അത് ന്യായമായ രീതിയിൽ നിങ്ങൾ പ്രതിഷേധിക്കണം. അക്രമ സംഭവങ്ങളിലേക്ക് പോകാൻ പാടില്ല. ക്രമസമാധാന പ്രശ്നം ഉണ്ടാകരുതെന്നാണ്
ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുകയും അങ്ങനെ യാതൊരു ക്രമസമാധാന പ്രശ്നവും ഞങ്ങൾ ഉണ്ടാക്കുകയില്ല. പക്ഷേ ഈ മാർച്ച് എന്തിനാണ് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രചരണവും കാര്യങ്ങളും അല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ വ്യക്തമാക്കിയിരുന്നു. അതിനുള്ള സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ബാരിക്കേഡ് മുതലുള്ള സകല സംഗതികളും പോലീസ് അധികാരികൾ അവിടെ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. രാത്രി വൈകിയപ്പോഴാണ് ഇത് വളരെ പെട്ടെന്ന് തീരുമാനങ്ങളെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഈ മാർച്ച് നിരോധിച്ചുകൊണ്ട് ജില്ലാ ഭരണാധികാരിയുടെ കളക്ടറുടെ 144 വകുപ്പ് അനുസരിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടായിരിക്കുക. വെള്ളാപ്പള്ളിക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി. വെള്ളാപ്പള്ളി നടേശൻ എന്ന കുടിലതന്ത്രക്കാരൻ ഭരണകൂടങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് നേടിയ ഈ തീരുമാനത്തെ ശ്രീനാരായണ സഹോദര ധർമ്മവേദി സ്വാഗതം ചെയ്തെങ്കിലും തുടർന്നുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിനായി സംസ്ഥാന കമ്മിറ്റി കൂടി. ശ്രീനാരായണ സഹോദര ധർമ്മവേദി ചെയർമാൻ ഗോകുലം ഗോപാലൻ അടക്കമുള്ള പ്രമുഖർ സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുത്തു. തുടർന്ന് കമ്മിറ്റി തീരുമാനങ്ങൾ മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചു. വെള്ളാപ്പള്ളി നടേശൻ ചെവിക്ക് നുള്ളിക്കോളൂ, ഇത് വെറുമൊരു തുടക്കം മാത്രമാണ്. കട്ടുമുടിച്ചും ശ്രീനാരായണീയരെ വഞ്ചിച്ചും കുടുംബവാഴ്ച നടത്തുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന കുടിലതന്ത്രക്കാരൻ ഒന്നോർത്തു വെച്ചോളൂ. ശ്രീനാരായണ സഹോദര ധർമ്മവേദി എന്ന പ്രസ്ഥാനം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു ചാറ്റൽ മഴ കൊണ്ടപ്പോഴോ പനിച്ചു വിറച്ച വെള്ളാപ്പള്ളിക്ക് കൊടുംമാരി താങ്ങാനുള്ള ശേഷിയുണ്ടാകില്ലെന്ന് ഉറപ്പ്. പിന്നെന്തിന് കട്ടും മുടിച്ചും SNDP യോഗത്തിന്റെ തലപ്പത്ത് കടിച്ചു തൂങ്ങിക്കിടക്കണം? ഇനി വരാൻ പോകുന്ന സന്ധിയില്ലാ സമരങ്ങളെ പ്രതിരോധിക്കാൻ നിങ്ങളുടെ കയ്യിലെ ആയുധങ്ങൾ ഒന്നും മതിയാകില്ലെന്ന് ഓർത്തോളൂ.